മന്ത്രവാദി ചമഞ്ഞ് പണം തട്ടിയ കേസിൽ ഒരാൾ കൽപ്പകഞ്ചേരി പോലീസിന്റെ പിടിയിൽ. രണ്ടത്താണി സ്വദേശി മനോജ് കുമാറാണ് അറസ്റ്റിലായത്. വീടുകളിൽ ചെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക പൂജയും മന്ത്രവാദവും ചെയ്യാമെന്നും പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ പ്രത്യേക പൂജ ചെയ്യാമെന്നും തെറ്റിദ്ധരിപ്പിച്ച് പണവും ആഭരണങ്ങളും തട്ടിയെടുക്കുന്നതാണ് ഇയാളുടെ രീതി. രണ്ടത്താണി മൂച്ചിക്കൽ കീഴ്മുറി സ്വദേശി ചക്കിങ്ങൽ തൊടി മനോജ് കുമാർ എന്ന ഇയാൾ പല പേരുകളിലായാണ് വീടുകളിലെത്തി തട്ടിപ്പ് നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഒരു വർഷത്തിലേറെയായിട്ടൊരു വീട്ടിൽ വന്ന് താമസിക്കുകയും അവിടെ അവർക്ക് വീടിനും വീട്ടുകാർക്കും കുറേ ദോഷങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിട്ട് ഏകദേശം 7.5 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും അവരെ നിന്ന് വസൂലാക്കി. എന്നിട്ട് അവിടുത്തെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചാൽ അവർക്ക് മാനസിക വിഭ്രാന്തി വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അവിടെ വീട്ടിൽ പൂജകളും ഇങ്ങനെ കർമ്മങ്ങൾ നടത്തുകയും അങ്ങനെ അവരിൽ നിന്ന് പണം വസൂലാക്കി. ഇതിനു മുന്നേ 2011 കുറ്റിപ്പാല ദേശത്ത് ഇതാണക്ക് ഇമാതിരി ഒരു കേസിൽ അദ്ദേഹം പ്രതിയായിട്ടുണ്ട്. ഹിന്ദു വീടുകളിൽ മനോജ് എന്നും മുസ്ലിം വീടുകളിൽ ബഷീർ എന്ന പേരുമാണ് ഇയാൾ പരിചയപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം പുത്തനത്താണിയിലെ ഒരു വീട്ടിൽ പെൺകുട്ടിക്ക് മംഗല്യഭാഗ്യം ലഭിക്കാൻ പ്രത്യേക പൂജ ചെയ്യാനെന്ന പേരിൽ 2 ലക്ഷം രൂപയും 7.5 പവൻ സ്വർണ്ണാഭരണങ്ങളും ഇയാൾ തട്ടിയെടുത്തു. വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ പ്രതിയെ കൽപ്പകഞ്ചേരി SI R വിനോദ്, ASI മൊയ്തീൻ, ഹെഡ് കോൺസ്റ്റബിൾ സുഗീഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത്. 2011 കൽപ്പകഞ്ചേരിയിൽ സമാനമായ തട്ടിപ്പിൽ പിടിയിലായ പ്രതി ജാമ്യത്തിലിറങ്ങി മുങ്ങിയതാണെന്നും പോലീസ് പറയുന്നു.